Meet the editors. മഹാ അപരാധമോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, സജി ചെറിയാന്റെ വാചകങ്ങളാണ് ഇതൊരു മഹാ അപരാധമാണോ എന്ന് എന്താണ് തോന്നുന്നത്? ഞാൻ ഇന്നത്തെ ഈ സജി ചെറിയാൻ്റെ പ്രസംഗം ഒരു വലിയ വിവാദമായ വിഷയമായിട്ടൊന്നും കാണുന്നില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? കൊച്ചു കുട്ടികളല്ലേ, അവർ കമ്പനി കൂടും, അത് സത്യമല്ലേ? കുട്ടികളൊക്കെ കമ്പനി കൂടും, സംസാരിക്കും, ചിലപ്പോൾ പുകവലിക്കും. വലിച്ചത് ശരിയാണെന്നല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, പക്ഷേ അതൊരു വലിയ മഹാ അപരാധമാണോ എന്നാണ് ചോദിച്ചത്. വലിച്ചത് ശരിയാണ് എന്ന് സജി ചെറിയാൻ പറയുന്നില്ല, വലിച്ചത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അത് തിരുത്തണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതിനെ ഒരു വലിയ അപരാധമായി ചിത്രീകരിക്കണോ, ഇതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. സാങ്കേതികമായി ഈ കാര്യം വളരെ ശരിയാണെന്നേ. അത്തരം ഒരു കാര്യത്തിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുകവലി നിരോധിച്ചിട്ടുള്ള സംസ്ഥാനമൊന്നുമല്ല. ഇവിടെ എല്ലാ ഷോപ്പുകളിലും, ഭൂരിഭാഗം ഷോപ്പുകളിലും സിഗരറ്റ്, ബീഡിയൊക്കെ വിൽക്കുന്നുണ്ട്. അതൊക്കെ ആളുകൾ വാങ്ങിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വലിയൊരു നികുതിപ്പണം ഈ ടൊബാക്കോ കമ്പനികളൊക്കെ സംസ്ഥാന ഖജനാവിലേക്ക് എല്ലാ വർഷവും നിരന്തരം സംഭാവന ചെയ്തിട്ടുമുണ്ട്. ഇതിനെ വലിയൊരു അപരാധമായി കാണുന്നൊരു സൊസൈറ്റിയുമല്ല നമ്മളുടേത്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം പുകവലി പൊതുസ്ഥലത്ത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഒരു നിരോധനം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പം ഞാനൊക്കെ ദീർഘമായ യാത്രകൾ തീവണ്ടിയിലൊക്കെ നടത്തിയിട്ടുള്ളൂ. അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തീവണ്ടിയിൽ നിന്ന് ആളുകൾ പുകവലിക്കുമായിരുന്നു, ബസ്സുകളിൽ സഞ്ചരിക്കുമ്പോൾ ആളുകൾ പുകവലിക്കുമായിരുന്നു. പുകവലി ഒരു വലിയ കുറ്റകൃത്യമായിട്ട് അന്നും ഇന്നും ആരും ആളുകൾ കാണുന്നില്ല. അത് സൃഷ്ടിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ട ആകാംക്ഷകളുണ്ട്. അത് വലിക്കുന്ന ആളെ മാത്രമല്ല, വലിക്കുന്ന ആളുടെ പരിസരത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉപദ്രവം ചെയ്യുന്നു എന്നുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. ആ ബോധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പുരോഗമിച്ച സമൂഹം എന്നുള്ളതിലേക്ക് ഈ പൊതുസ്ഥലങ്ങളിൽ പുകവലിയൊക്കെ നിരോധിക്കുകയും പുകവലിക്കെതിരായിട്ടുള്ള ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ പുകവലി ഒരു വലിയ കുറ്റകൃത്യമല്ല. ആ അർത്ഥത്തിൽ ആണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നമുക്കൊരു നിയമ സംവിധാനം ഉണ്ടല്ലോ. ആ നിയമ സംവിധാനത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ അവരെ ഈ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്കൊക്കെയാണ് വിടുക, അല്ലേ? ദുർഗുണ പരിഹാര പാഠശാല എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് തന്നെ. എന്തിനാണ് അവരെ അങ്ങോട്ടേക്ക് വിടുന്നത്? അത് പറയാം, ഞാൻ സിഗരറ്റിലേക്ക് വരാം, ആ വിഷയത്തിലേക്ക് വരാം. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് പുകവലിച്ചതിനാണ് ഈ പറയുന്ന കേസെടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. FIR ഞാൻ വായിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാം, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളെ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് വിടുന്നു, ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടുന്നു. എന്തിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നത്? അവരുടെ പേര് പോലും നമ്മൾ പുറത്ത് പറയാറില്ല. അവരെ അത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറ്റി നല്ല പൗരന്മാരാക്കി സമൂഹത്തിലേക്ക് വിടുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു നീതി നിർവഹണ സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണെന്നൊരു മന്ത്രി പറയുമ്പോൾ അവിടെ എവിടെയാണ് അതിനകത്തൊരു വലിയ അപകടം നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു മഹാ അപരാധമായി കണ്ട് ആ കുട്ടികളെ വലിയ കുറ്റവാളികളായി ചിത്രീകരിച്ച് ഭാവിയിൽ ഒന്നിനും കൊള്ളാത്ത ആളുകളാക്കി മാറ്റുക എന്ന് പറയുന്നൊരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത്തരത്തിൽ അതിൻ്റെ കാര്യമാണ്. ഇപ്പോൾ സ്മൃതി സൂചിപ്പിച്ച പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഇത് രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത് വിവാദമായിരിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന യു പ്രതിഭ MLA മകനാണ് ഇതിനകത്തെ ഒരാൾ എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ തകഴി പാലത്തിൻ്റെ താഴെ ഏതാനും ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുന്നു, അതിനകത്ത് കഞ്ചാവ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു രഹസ്യ സന്ദേശം കിട്ടുന്നു. അപ്പോൾ നേരെ പോയിട്ട് എക്സൈസുകാർ അത് പരിശോധിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്തൊരു MLA മകൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. ഇതിനത്ര വാർത്താ പ്രാധാന്യമുണ്ട്. ഈ വാർത്താ പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു MLA മകൻ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന, അത് ആരുമായിക്കോട്ടെ, അത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, അത് രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഉദ്യോഗസ്ഥർ പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ആയിക്കോട്ടെ, അവർ ജീവിതത്തിൽ കൊടുക്കേണ്ടി വരുന്നൊരു വിലയാണിത്. അവരുടെ കുടുംബമൊക്കെ വളരെ കൃത്യമായി നിൽക്കണം. ഇല്ലെങ്കിൽ ആ വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊക്കെ വലിയ വിവാദങ്ങളായി മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇതിനകത്ത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് കഞ്ചാവ് ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന, ആദ്യം പറഞ്ഞുകൊണ്ട് കേട്ടിരുന്നത് 90 ഗ്രാം എന്ന് കേട്ടിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ അത് 30 ഗ്രാം എന്ന് കേട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ FIR പറയുന്നത് 3 ഗ്രാം കഞ്ചാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് എത്രയോ തുച്ഛമാണ്. പക്ഷേ അപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. ആ അർത്ഥത്തിൽ അത് എന്താ പറയുക, അവർ തിരുത്തപ്പെടേണ്ടതുണ്ട്. അവരൊരു കുറ്റകൃത്യത്തിൽ തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അത് പക്ഷേ വളരെ എന്താ പറയുക, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ വലിയ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ട്
ഒന്നിനും കൊള്ളാത്ത ആളുകളായിട്ട് പുറന്തള്ളാൻ പാടുണ്ടോ? അങ്ങനെയല്ലല്ലോ നമ്മൾ അത്തരം ഒരു സാഹചര്യത്തെ കാണേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ള ആളുകൾ ചെയ്യുന്നതെല്ലാം തെറ്റുമായിരിക്കുന്ന ഒരു വല്ലാത്ത മനോനിലയിലേക്ക് നമ്മൾ മാറിപ്പോകരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വല്ലാത്തൊരു സദാചാര ഘോഷണം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ മക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന, ഞാൻ പറയുന്നത് ഇപ്പം പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദമില്ല, അത് വളരെ ദീർഘമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഇതൊക്കെ വളരെ ലഘുവായ കാര്യങ്ങളാണ്. പക്ഷേ ആ ലഘുവായ കാര്യത്തെ നമ്മൾ അങ്ങനെ നിഷ്കളങ്കമായി തള്ളിക്കളയേണ്ട. അത് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണണം. ആ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അവരെ തിരുത്തണം, അവരെ കുറച്ചൊരു മിടുക്കന്മാരാക്കി മുന്നോട്ട് കൊണ്ടുവരണം. അതിന് പകരം അതിന് ചുറ്റിപ്പറ്റിയൊരു വലിയ വിവാദം ഉണ്ടാക്കിക്കൊണ്ട്, അത്രയും വലിയ വിവാദം ഉണ്ടാക്കേണ്ട ഒരു കേസാണോ അത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഏകപക്ഷീയമായി പോയി അത്തരം അവരോടുള്ള നിലപാട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിട്ട് വരട്ടെ. അപ്പോൾ കേവലം 3 ഗ്രാം കഞ്ചാവിൻ്റെയൊക്കെ പ്രശ്നമാണ്. അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് തിരുത്തപ്പെട്ടതാണെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോഴും അതിനെ ഒരു വലിയ ഗുരുതര കുറ്റകൃത്യമായി ചിത്രീകരിച്ചുകൊണ്ട് ആ കുട്ടികളെ ഒന്നിനും കൊള്ളാത്ത ആളുകളാക്കി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ അർത്ഥത്തിലൊക്കെയാണ് സജി ചെറിയാൻ എന്നത് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തെറ്റാണ്, ഈ പ്രവണത തെറ്റാണ്. കുട്ടികൾ കൂടിച്ചേരുന്നുണ്ട്, വലിയ അപകടം ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ നമ്മൾ എത്രയോ വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. സ്കൂളുകളിൽ വരുന്ന മയക്കുമരുന്ന് വ്യാപനം, ആ കുട്ടികൾക്കിടയിൽ വരുന്ന മയക്കുമരുന്ന് വ്യാപനം, അതൊക്കെ കേരളം നേരിടുന്ന വലിയ വിഷയങ്ങൾ തന്നെയാണ്. ഗൗരവത്തോടെ നമ്മളത് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഇടക്കാലത്ത് ഈ കോവിഡ് പോലെ ഉള്ള സംഭവങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ ലോക്ക്ഡൗണൊക്കെ വന്ന് മദ്യം കിട്ടാതെ വന്ന സമയത്ത് കൂടുതലും ആളുകൾ മറ്റ് ലഹരികളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ അതിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൽ അത്രയും വ്യാപ്തിയോടുകൂടി കാണേണ്ട ഒരു വിഷയമല്ല. എങ്കിലും ഇത് തിരുത്തപ്പെടേണ്ടതാണ്. ഞാൻ അതിനെ ഒരു പൊതുപ്രസ്താവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇതൊരു വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചില തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ അത് വലിയ രീതിയിലുള്ളൊരു അപരാധമായി കണ്ട് അതിനെ അങ്ങനെ ചിത്രീകരിക്കരുത് എന്നുള്ള നിലപാടാണ് സജി ചെറിയാൻ എടുത്തിരിക്കുന്നത്. അത് സാങ്കേതികമായും അതിൻ്റെ ഒരു നല്ല അർത്ഥത്തിലെടുത്താൽ മതി. അതൊരു ശരിയുമാണ്. ആ കുട്ടികൾ നന്നായി വരട്ടെ, അവരെ തിരുത്തപ്പെടട്ടെ. അത് മാത്രമാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അതുകൊണ്ടൊരു വലിയ മഹാ അപരാധമാണോ ഈ പ്രശ്നം എന്ന സജി ചെറിയാൻ്റെ ചോദ്യം വളരെ ശരിയായ ചോദ്യമാണെന്നാണ് എൻ്റെ നിലപാട്. ശരി, മഹാ അപരാധമോ എന്നുള്ള ചർച്ച തുടരുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു, അതായത് കഞ്ചാവ് ഉപയോഗിച്ചു, അതിൻ്റെ അളവ് ഇത്ര എന്നുള്ളത് എങ്ങനെയാണ് ആ വാർത്ത നൽകപ്പെടുന്നത്? അത് യു പ്രതിഭയുടെ മകനായതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ രൂപത്തിൽ അത് ആഘോഷിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു. യു പ്രതിഭ ഒരു MLA, ശരിക്കും പൊതുപ്രവർത്തകർക്ക് ബാക്കിയുള്ളവർക്ക് മാതൃകയാവുന്ന ഒരു ജീവിതം കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതം ആ രൂപത്തിൽ അങ്ങനെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അവർ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വളരെ സൂക്ഷിച്ചൊക്കെ ജീവിക്കേണ്ടി വരും പൊതുപ്രവർത്തകർ. പക്ഷേ ഒരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ, കുട്ടി 18 20 ആണെങ്കിലും അതിന് കുട്ടി എന്ന പ്രായത്തിൽ തന്നെയാണ് പെടുത്തുന്നത്. അവർ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് തന്നെ കരുതുക. അതിൻ്റെ അളവ് കുറവോ കൂടുതലോ ആകട്ടെ. മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ അവരുടെ ഫോട്ടോ സഹിതം കൊടുക്കുമ്പോൾ അവർ ആ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണോ യഥാർത്ഥത്തിൽ ചെയ്യുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ മോശം തീരുമാനത്തിലേക്ക് പോവുകയാണോ ചെയ്യുക എന്നൊരു വിഷയമുണ്ട്. ആത്യന്തികമായി ഇങ്ങനെയുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആത്യന്തികമായി ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും അവരെ പുറത്തേക്ക് കടത്തുക, അതിൽ നിന്നും ലഹരി ഉപയോഗത്തിൽ നിന്നും അവരെ പുറത്തേക്ക് കടത്തുക എന്ന തീരുമാനത്തിനാകണം പ്രാധാന്യം നൽകേണ്ടത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ ലഹരി വിമുക്ത പരിപാടികൾ, ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട് സർക്കാർ. എക്സൈസ് വകുപ്പ് നടത്തുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടു കൂടി തന്നെ ചേർത്ത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ നടത്താറ്. മാധ്യമങ്ങളിലും ചില പരിപാടികൾ നടത്താറുണ്ട്. ഞാൻ മുമ്പ് പ്രവർത്തിച്ച മാധ്യമത്തിൽ ഒരു ദിവസം മുഴുവൻ ലഹരി വിമുക്ത പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സൈസ് ഉദ്യോഗസ്ഥർ അവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നു. അവർ പറയുന്ന പ്രകാരം ഒരുപാട് സ്കൂളുകളിൽ ഇത് എത്തുന്നത് ഈ ചെറിയ പെട്ടിപ്പിടികൾ, സ്കൂളിനടുത്തുള്ള പെട്ടിപ്പിടികളിൽ മിഠായിയിലാണ്. അത് ആ മിഠായി അവർ കൊണ്ട് കാണിച്ചു തന്നു. നമുക്ക് കളേർഡായിട്ടുള്ള മിഠായികൾ, നീളത്തിലുള്ള മിഠായി കണ്ടു കഴിഞ്ഞാൽ കൗതുകം തോന്നും. അത് കണ്ട് കുട്ടികൾ വാങ്ങും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടികൾ ആ കടയിലേക്ക് പോകും. അപ്പോൾ അത് ഒരു തരത്തിലും ആ മിഠായി നിങ്ങൾ ദൃശ്യത്തിൽ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അവർ കെയർ എടുക്കുകയാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞിട്ട് അത് മേടിക്കാൻ തോന്നിയാലോ, അതാണ് യഥാർത്ഥത്തിൽ ആ ജാഗ്രതയാണ് വേണ്ടത്. അതായത് ഇനി ഉപയോഗിക്കാതിരിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ഒരു ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ അതിനെ ആഘോഷമാക്കി യു പ്രതിഭയുമായി ബന്ധപ്പെട്ട എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവർ ഒരു വനിതാ നേതാവ് എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർ പലപ്പോഴും ആക്രമിക്കപ്പെടുന്നുണ്ട് പല ഘട്ടങ്ങളിലും. അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അവരുടെ പ്രതികരണങ്ങളെല്ലാം ശരിയാണ്, അവരുടെ റിയാക്ഷൻ ചെയ്യാമെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ഒരു വനിതാ നേതാവ് എന്ന നിലയ്ക്ക് പല ഘട്ടങ്ങളിൽ രാഷ്ട്രീയമായിട്ടും അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സാമൂഹ്യ മാധ്യമങ്ങളാൽ, ചില മാധ്യമങ്ങളാൽ കൂടി അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിയാക്ഷൻ ഒരു പക്ഷേ മോശം രീതിയിലായിരിക്കും. അത് സംഭവിച്ചിട്ടുണ്ട് ഈ കേസിലും. മകനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അവർ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരു
മഞ്ഞുള്ള സ്ഥലത്ത് പോയിട്ട് അവർ ഊതി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വെല്ലുവിളിയുടെ സ്വഭാവമാണ്, ഓരോരുത്തർ പ്രതികരിക്കുന്ന രീതിയാണ്. പക്ഷേ അവരെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾ ഈ തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോകേണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാന് നേരത്തെ കുന്തവും കൊടച്ചക്രവത്തിൽ പറ്റിയതുപോലെ തന്നെയുള്ള ഒരു അബദ്ധം തുടർച്ചയായി പറ്റുന്നു എന്നുള്ളതാണ്. ഈ വിഷയം ഇങ്ങനെ കത്തുകയും ഈ രൂപത്തിൽ അവർ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മന്ത്രി ആ പ്രതികരണം നടത്തിയതെന്നുള്ള മനസ്സിലാക്കുന്നു. അപ്പോഴും മന്ത്രി അതിനെ സിഗരറ്റ് ആയിട്ടാണ് ചുരുക്കുന്നത്. അപ്പോൾ ഞാൻ വലിച്ചിട്ടുണ്ട്, ഞാൻ ജയിലിൽ കിടന്നപ്പോൾ വലിച്ചിട്ടുണ്ട്, empty ബീഡി വലിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കിയാലോ എന്ന് വിചാരിക്കുന്നവർക്കതൊരു പ്രോത്സാഹനമാകുന്നുണ്ട്. അപ്പോൾ അതിന്മേലൊരു കേസ് ഇപ്പോൾ പോയിരിക്കുന്നു, ഒരു പരാതി പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗൗരവം കൂടി മന്ത്രി അതിൽ കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് മനോരമയിൽ കോളത്തിൽ ശ്രീ സക്രി എഴുതിയിരിക്കുന്ന കോളത്തിൽ കേരളത്തിൻ്റെ തീക്കളി എന്നുള്ള, കേരളത്തിൽ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ലോകം വളരുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം തലസ്ഥാനത്ത് മാത്രം 300% ലഹരിമരുന്ന് വിൽപ്പനയിൽ വർധനയുണ്ടാക്കി. 300% വിൽപ്പനയിൽ വർധനയുണ്ടാക്കി. അപ്പോൾ അതായത് ലഹരി മരുന്ന് ഉപയോഗത്തെക്കാൾ കൂടുതൽ അത് വരുന്ന വഴി, അതിൻ്റെ വിൽപ്പന, അതിനെ കുട്ടികളെ ഉപയോഗിച്ച് അത് വിൽക്കാനുള്ള ശ്രമങ്ങൾ, സ്കൂളുകളിലേക്ക് ഇത് പഠനം. ഇപ്പോൾ സ്കൂളുകളിൽ നടത്തിയിരിക്കുന്ന അവബോധ പരിപാടികളിൽ നിന്നാണ് ഈ കണക്ക് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾ തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ട്, ഞങ്ങൾ ഇതിലേക്ക് പോകുന്നു. അപ്പോൾ അതൊരു നല്ല സൂചനയാണ്. പക്ഷേ ഇതിപ്പോൾ 2-3 വർഷമായി സർക്കാർ നടത്തുന്ന പരിപാടിയാണ്. ആ പരിപാടി എത്രത്തോളം വിജയിക്കുന്നതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നതിനൊപ്പം തന്നെ ഇത് പടരാതിരിക്കാനുള്ള ഈ വിൽപ്പന നടത്തുന്നവരെ ആ മാഫിയയെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് സർക്കാർ എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തെ ആകെ ബാധിച്ചിരിക്കുന്ന മഹാ അപരാധമാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്ന കുട്ടികൾ, അത് അളവ് എത്രയുമാകട്ടെ, അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുകയാണ്. അവരെ പേര് വിവരങ്ങൾ പറഞ്ഞ് അവരെ വീണ്ടും അപഹാസ്യരാക്കി അപമാനിച്ചുകൊണ്ട് നന്നാക്കാം എന്നുള്ള ശ്രമങ്ങൾ അത് മാധ്യമങ്ങൾ നടത്തുന്നതായാലും ശരിയല്ല. അത് ഏത് രാഷ്ട്രീയ നേതാക്കൾ, എതിർ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന പ്രതികരണമായാലും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജിയ, ഈ വിഷയത്തിൽ പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുകവലിക്കുന്നത് അപരാധമായി കാണാത്ത ഒരു കമ്മ്യൂണാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് കേരളത്തിലേത്. കാരണം മിക്ക വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ ഒക്കെ പുകവലിക്കുന്ന ആളുകളുണ്ടാകും, നമുക്ക് പരിചയമുള്ള ആളുകളിലുണ്ടാകും. പലപ്പോഴും നമ്മൾ അവരോടൊക്കെ പുകവലിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുകവലിക്കുന്നതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും അവർക്ക് ആ ഒരു ചെയിൻ സ്മോക്കിംഗ് ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. പലരെയും പുകവലി അത് കൂടി വരുന്നത് വലിയ അസുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ചെയിൻ സ്മോക്കിങ്ങിലൂടെ അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ യു പ്രതിഭ MLA വിഷയത്തിൽ പ്രതിഭ MLA വേട്ടയാടാനായിട്ടുള്ള ഒരു ശ്രമം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം അവരുടെ അവരുടെ മകനും സുഹൃത്തുക്കളും ഉൾപ്പെട്ട കേസ് എന്നതിനപ്പുറം പ്രതിഭ എന്ന രീതിയിൽ തന്നെയാണ് അത് ഹൈലൈറ്റ് ചെയ്തത്. അത് ആ രീതിയിൽ തന്നെ വന്നപ്പോഴാണ് അവർക്ക് മറിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടി വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ഒരു വികാര വിക്ഷോഭത്തിലാണ് അവർ ആ ലൈവിൽ വരുന്നത്. ആ ലൈവിൽ വരുമ്പോൾ ആ സമയം മുതൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും സാധാരണ പ്രതികരിക്കുന്ന ഒരു പ്രതിഭയല്ല നമ്മൾ കാണുന്നത്. കാരണം അവരത്രയും ഉലഞ്ഞിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ. അവരത്രയും അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വൈകാരിക വിക്ഷോഭത്തിലേക്ക് അവർ പോകുന്നതാണ് ആ ഫേസ്ബുക്ക് ലൈവിലായാലും അവരുടെ മകനെ കാണിക്കുമ്പോഴായാലും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. നേരത്തെ മാഡം പറഞ്ഞതുപോലെ എനിക്ക് ഒരു ആൺകുട്ടിയില്ല, എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഇപ്പോൾ ഒരു ആൺകുട്ടിയുള്ള ഒരു അമ്മയ്ക്കോ അച്ഛനോ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഒരു ടീനേജ് മുതൽ ആ സൗഹൃദങ്ങളിൽ അവർ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആണ്. പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഡിപ്പെൻഡൻ്റ് ആണ്. ആ സൗഹൃദങ്ങളിൽ, ആ കൂടിച്ചേരലുകളിൽ അവർക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാൾ അവർക്ക് സന്തോഷം അതാണ്. അതിൽ ചിലർ മാത്രമാണ് ലഹരിയുടെ വഴി തേടിപ്പോകുന്നത്. ചിലർക്ക് സിനിമകളിലായിരിക്കും, ചിലർക്ക് ഡ്രാമയിലായിരിക്കും, അങ്ങനെ പലതരത്തിലാണ്. ചിലർക്ക് ഗെയിംസിലായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള താല്പര്യങ്ങൾ. ചിലർ കോഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ആക്ടിവിറ്റീസിലേക്ക് പോകും. ഇതെല്ലാം ഗ്രൂപ്പായിട്ട് ചെയ്യാനാണ് ആൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതൊരു 12-13 വയസ്സ് മുതൽ അവരുടെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ രൂപപ്പെടും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആ കുട്ടിയുടെ പേര് ഉപയോഗിക്കുന്നില്ല, എന്തായാലും പ്രതിഭയുടെ മകനും അതുപോലെയുള്ള ഒരു സർക്കിളിൻ്റെ ഭാഗമാണ്. ആ സർക്കിളിൽ പെട്ടവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സർക്കിളിൽ നിന്ന് മകനെ പുറത്തു കൊണ്ടുവരിക എന്നത് പ്രതിഭ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരൊരു സിംഗിൾ മദറാണിപ്പോൾ, അതുകൊണ്ട് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അതായിരിക്കാം സജി ചെറിയാൻ ഉപദേശം അല്ലെങ്കിൽ ഉപദേശിച്ചാണ് നന്നാക്കേണ്ടത് എന്നൊരു വാചകം പറയുന്നതിലൂടെ. ഇതിൽ സജി ചെറിയാൻ്റെ
കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ വാർത്ത വന്നപ്പോൾ എങ്ങനെയാണ് ആ വാർത്ത വരുന്നത്? തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ 9 യുവാക്കൾ പിടിയിൽ. ആദ്യ വരി അങ്ങനെയാണ് ആ വാർത്ത വരുന്നത്. ആ വാർത്ത വന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ആ വാർത്ത വരുന്നത്. അതിനുശേഷം അതിലെ 9ാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ. ആ പ്രതിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ട് ആ കേസ് ഫ്രെയിം ചെയ്യുന്നത്. അതിൽ എത്ര ഗ്രാമാണ് കഞ്ചാവ് പിടികൂടിയത് എന്നതൊന്നും ആദ്യഘട്ടത്തിൽ വരുന്നില്ല. എക്സൈസ് പിടികൂടുന്നു. അപ്പോൾ എല്ലാവരും കരുതുന്നത് വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് ശേഖരവുമായി അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിനിടെ ാണ് ഈ കുട്ടി പിടിയിലായത് എന്നുള്ളതാണ്. കഞ്ചാവ് കലർത്തിയ 500 മില്ലിഗ്രാം പുകയില മിശ്രിതം, കഞ്ചാവ് വലിക്കുന്നതിനായി ഉപയോഗിച്ച ദ്വാരമിട്ട കുപ്പി, പപ്പായ തണ്ട് എന്നിവ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് എക്സൈസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എക്സൈസ് അപ്പോൾ കൃത്യമായി ഈ കേസ് സംബന്ധിച്ചുള്ള ഒരു MLA-യുടെ മകൻ ഉൾപ്പെട്ട കേസാകുമ്പോൾ മാധ്യമങ്ങൾക്ക് എക്സൈസ് തന്നെ കൊടുത്ത വാർത്തയല്ലാതെ ഇത് പുറത്തു വരില്ല. കാരണം എക്സൈസ് ആണല്ലോ പിടികൂടുന്നത്. കൃത്യമായ ഇൻഫർമേഷൻ യു പ്രതിഭയുടെ മകനടക്കം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ പുലിമുഖം ജെട്ടിക്ക് സമീപം കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയും പിടികൂടുകയും ചെയ്തു. അല്ലാതെ അത്ര ജാഗ്രതയോടെ നമ്മുടെ എക്സൈസ് വകുപ്പും മറ്റ് സംവിധാനങ്ങളുമൊക്കെ നാട്ടിലെ മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യക്കടത്തും അതൊക്കെ പിടികൂടുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ്റെ ഈ അടുത്ത സമയത്താണ് ഇതേ വകുപ്പിൽപ്പെട്ട ആളുടെ പക്കൽ നിന്നും അതായത് കൂടുതൽ കുപ്പികൾ ഈ ഉത്സവ സീസണിൽ തന്നെയാണ്, ക്രിസ്മസ് സമയത്താണ് കുപ്പികൾ പിടിച്ചെടുക്കുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന കാലമാണ്. അപ്പോൾ ഈ കുട്ടികളെ അല്ലെങ്കിൽ യു പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ട ഒരു ഗ്യാങ്ങിനെ പിടികൂടുക എന്ന ഒരു ലക്ഷ്യം കൂടി അതിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. എക്സൈസ് 2 വകുപ്പുകളാണ് ആദ്യഘട്ടത്തിൽ ചുമത്തുന്നത്. കഞ്ചാവ് കൈവശം വെച്ചതിനുള്ള NDPS ആക്ട് 20B അത് ആദ്യത്തെ 2 പ്രതികൾക്കെതിരെയാണ്. 3 മുതൽ 9 വരെ പ്രതികൾ. അതിൽ ഓർക്കണം 9ാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ. അതിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ള NDPS ആക്ട് 27B ആണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മകൻ കഞ്ചാവ് ഉപയോഗിച്ചോ ഇല്ലയോ, മകൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യു പ്രതിഭ പറഞ്ഞിരിക്കുന്നത്. അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ ഭാഗമാണ് അവരുടെ മകനെന്ന് കരുതാം. എങ്കിലും ആ ഗ്യാങ്ങിൽ പൊതുവായി കഞ്ചാവ് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും പിടിക്കപ്പെടുമ്പോൾ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തെങ്കിൽ ആ കൂട്ടായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഈ മകനും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പിടികൂടിയിട്ടില്ല എന്നാണ് മകൻ കൂട്ടുകാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് യു പ്രതിഭയുടെ ന്യായീകരണം. ഇതിൽ എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നീട് ഒരു വിശദീകരണം നമ്മൾ കാണുന്നില്ല. കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷത്തെ ഒരു MLA ആണ് യു പ്രതിഭ. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വാർത്തകൾ അല്ലെങ്കിൽ പിന്നീടുള്ള വിവരങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പിന്നാലെ എന്തിനാണ് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കൊല്ലം സ്വദേശി PK ജയരാജനെ സ്ഥലം മാറ്റിയത്? ആ നടപടിയും ഇതോടൊപ്പം ചേർത്ത് വായിക്കപ്പെടുകയാണ്. ആ നടപടി ഈ പിടികൂടലുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വ്യാഖ്യാനവും പൊതുസമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. PK ജയരാജ് വിരമിക്കാനായി 5 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ പിടികൂടലിന് ശേഷം, അതിനു മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ അങ്ങനെ ഒരു നോട്ടപ്പുള്ളിയെ അല്ല ജയരാജ്. ഈ സംഭവത്തിന് ശേഷം നേരെ വിരമിക്കാൻ 5 മാസം മാത്രം ബാക്കിയുള്ള PK ജയരാജനെ മലപ്പുറം ജില്ലയിലേക്ക് മാറ്റുകയാണ്. ആ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ വൈകാരിക വിക്ഷോഭത്തിൽ യു പ്രതിഭയുടെ പ്രതികരണം വന്നതിന് ശേഷം പാർട്ടി സംവിധാനങ്ങളിൽ നിന്നുണ്ടായ സഹായത്തോടു കൂടിയുള്ള ഒരു സ്ഥലം മാറ്റമാകാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് യു പ്രതിഭ ഒരു അമ്മ എന്ന നിലയിൽ പ്രതികരിച്ചു എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ കാണുന്നത് മന്ത്രി സജി ചെറിയാൻ ഇന്ന് ആ പരിപാടിയിൽ വന്ന് പറഞ്ഞ വാചകം, അത് ഉണ്ണിസാർ പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായി നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു മന്ത്രിയാണ്. മാത്രമല്ല നേരത്തെ ഒരു നാക്കുപിഴയുടെ പേരിൽ സ്ഥാനം തെറിച്ച് വീണ്ടും അതിൽ തിരിച്ചു വന്നതിന് ശേഷവും അടുത്ത വിവാദ പ്രസ്താവന നടത്തി ആകെ വെട്ടിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം കൂട്ടുന്നത്. കുട്ടികളല്ലേ, കൂട്ടുകൂടി കാണും, വലിച്ചു കാണും, അതിത്ര വലിയ കാര്യമാണോ? ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മളാരും കുട്ടികളാകാതെയാണോ ഇങ്ങോട്ട് വന്നത്? ചെറുപ്പത്തിൽ ഓർത്തുകൂട്ടിയ കാര്യങ്ങൾ ഓർത്താൽ ഒരു പുസ്തകം എഴുതാം. മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് ഒരു കേസിലുമില്ല. ആ FIR ഞാൻ വായിച്ചു നോക്കി. നമ്മളെല്ലാം വലിക്കുന്നവരല്ലേ. ഞാനും സിഗരറ്റ് വലിക്കും. പണ്ട് ജയിലിൽ കിടന്നപ്പോൾ വലിച്ചിരുന്നു. MT വാസുദേവൻ നായർ കെട്ടുകണക്കിന് ബീഡി വലിക്കുമായിരുന്നു. ആ കെട്ടുകണക്കിന് ബീഡി MT വാസുദേവൻ നായരുടെ ചുണ്ടിൽ എപ്പോഴും ഒരു ബീഡി ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളുകൾ, അദ്ദേഹത്തെ കാണുന്നവരെല്ലാം പറയും. ആ ബീഡി വലി പോലെയാണോ ഈ കൂട്ടുകൂടിയിരുന്ന കഞ്ചാവ് വലിക്കുന്നതിനുള്ള ഉപകരണങ്ങളോടുകൂടി കൂട്ടുകൂടി കമ്പനി ഇരുന്ന കാര്യം? അവിടെ മന്ത്രിക്ക് ആ വിലയിരുത്തലിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം യു പ്രതിഭയ്ക്ക് അവരുടെ മകൻ്റെ കാര്യത്തിൽ പ്രതികരിക്കാനും ആ വാർത്ത തെറ്റായി കൈകാര്യം ചെയ്തവരെ വിമർശിക്കാനും അവകാശമുള്ളതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാന് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം എന്നുള്ളത് ഇങ്ങനെയുള്ള ഏത് തെറ്റായ കാര്യമായാലും അവിടെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സൈസ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗമായ ഒരു വകുപ്പിലെ ഉത്തരവാദപ്പെട്ട ആളുകളാണല്ലോ പിടികൂടിയത്. അല്ലാതെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് VD സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒന്നും പറഞ്ഞ കാര്യമല്ല യു പ്രതിഭയുടെ മകനെ പിടികൂടി എന്നുള്ളത്. എക്സൈസ് പിടികൂടിയ വാർത്തയാണ് വരുന്നത്. എക്സൈസിൻ്റെ അടക്കം FIR-ൽ എന്താണ് കുറ്റം 9 വരെയുള്ള പ്രതികൾ ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കും
സ്ഥാപിക്കാൻ മന്ത്രി ഒരു വേദിയിൽ വന്ന് അതും ഈ കുറ്റാരോപിതനായ കുട്ടിയുടെ അമ്മയായ MLA വേദിയിലിരുത്തിക്കൊണ്ട് ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ണിസാറിന്റെ ആ വാദത്തോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. അങ്ങനെയുള്ള കൂട്ടുകൂടലിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകില്ല, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കലിലേക്ക് പോകില്ല. അപ്പോൾ കമ്പനി അടിക്കുമ്പോൾ പുക വലിച്ചെന്നിരിക്കും. വെറുമൊരു പുകവലിയാണോ അവിടെ നടന്നത്? അവിടെ നിന്ന് കഞ്ചാവ് 3 ഗ്രാം ആയാലും 30 ഗ്രാം ആയാലും ആ പ്രായത്തിലുള്ളൊരു കുഞ്ഞ് കഞ്ചാവ് വലിക്കുന്നതിനോട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോട് ഞാൻ പൂർണ്ണമായും എതിർക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിലും 2 കുഞ്ഞുങ്ങളുണ്ട്. അവരിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഞാനത് തുറന്നെതിർക്കും. അതുപോലെ തന്നെയാണ് അതിൽ MLA ആയതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുന്നു, സാധാരണയായ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തം കുറയുന്നു എന്നുള്ളതല്ല. ഏതൊരു അമ്മയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. മക്കളെ തെറ്റായ രീതിയിലേക്ക് പോകാതെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ കുറച്ചുകൂടി കെയർ എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ പ്രതിഭയെ തേജോവധം ചെയ്യുക, ആ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുക എന്ന വാദം, ആ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകണം എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകാതിരിക്കാൻ ആ കുട്ടികളുടെ വീട്ടുകാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടയിൽ പിടിയിലായതുകൊണ്ടാണ്. അനുവദനീയമായ പരിധിയിലും കുറവ് മയക്കുമരുന്നാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, കഞ്ചാവാണ് ഉണ്ടായിരുന്നത് എന്ന് വരുമ്പോൾ ആ കേസിന്മേൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്കറിയാം. ആദ്യം പറഞ്ഞതിനേക്കാൾ അളവ് വ്യത്യാസമോ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കേസ് തന്നെ നിൽക്കാത്ത ഒരു സാഹചര്യത്തിലേക്കും വരും. ഇതിൽ തെറ്റായ സന്ദേശം നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന തെറ്റിയെന്ന് മനസ്സിലായപ്പോഴേക്കും അദ്ദേഹം വന്ന് പറഞ്ഞത് പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ്. ഇതിൽ വളയ്ക്കലും തിരിക്കലും ഒന്നുമില്ല. അദ്ദേഹം MT വാസുദേവൻ നായരുടെ ബീഡിക്കുറ്റിയുടെ എണ്ണം എടുക്കുന്നതിന് പോലെ ഈ കുഞ്ഞുങ്ങൾ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് തെറ്റാണ്. അദ്ദേഹം വലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വലി തുടരുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവും അത് ഉപേക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് വളരെ ഹമ്പിളായി അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം പുകവലി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ബോധ്യമാക്കേണ്ട കാര്യമാണ്. ആ പരസ്യത്തിൽ പറയുന്നത് പോലെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. അത് മനസ്സിലാക്കി അത് നിർത്തിയാൽ കുറച്ച് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ശ്വസിച്ചുകൊണ്ട് ജീവിക്കാം. അപ്പോൾ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് പറയുന്നതിന് പകരം കൂട്ടുകൂടി ചെറുപ്പം തൊട്ടേ വലിച്ചോളൂ എന്ന് പറയുന്നത് അത് ഏത് മന്ത്രി പറഞ്ഞാലും അത് തെറ്റാണ്. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ശരി, മഹാ അപരാധമോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് 1, നോ എന്ന് 2. Meet the editors.